നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റത്തിനും സവിശേഷമായ സ്ഥാനം തന്നെയാണ് കൽപ്പിച്ച് നാം നൽകിയിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത കാലയളവിൽ രാശി മാറുന്നു എന്നത് ജ്യോതിഷത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇതിന്റെ സ്വാധീനം എല്ലാ രാശിക്കാരിലും പ്രതിഫലിക്കും എന്നതും വാസ്തവമാണ്. എന്നാൽ ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഈ മാസത്തിൽ ചില രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാസത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമണം വഴി 3 രാജയോഗങ്ങളാണ് രൂപാന്തരപ്പെടാൻ പോകുന്നത്. ഇത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുക. എന്നാൽ ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ നൽകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകാൻ പോകുന്നത്? ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4 വലിയ ഗ്രഹങ്ങളുടെ സംക്രമണം വഴി രൂപപ്പെടുന്ന 3 രാജയോഗങ്ങളും ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകാൻ പോവുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ രാശിക്കാർ അതിവേഗം സമ്പന്നരാകുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതാകുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. വസ്തു സംബന്ധമായ ഈ സമയങ്ങളിൽ വളരെയധികം ലാഭം കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് വിപുലീകരണം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ സ്വീകാര്യത, പ്രശസ്തി, ആദരവ് തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഏറ്റവും അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ തേടി വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്നതും ഇടവം രാശിക്കാർ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ ധനപരമായി വലിയ നേട്ടങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ അഥവാ ശുഭവാർത്തകൾ തേടിയെത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4 വലിയ ഗ്രഹങ്ങളുടെ സംക്രമണം വഴി രൂപാന്തരപ്പെടുന്ന രാജയോഗം, 3 രാജയോഗങ്ങളും മകരം രാശിക്കാർക്ക് അനുകൂലമായാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ, ചില ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അഭിവൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ, പൂർവികരുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെ പല രീതിയിലുള്ള നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ സമയം യാത്രകൾ ചെയ്യേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചെലവിടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് ഇപ്രകാരം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. യാത്രകൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. 4 വലിയ ഗ്രഹങ്ങളുടെ സംക്രമണം വഴി രൂപാന്തരപ്പെടുന്ന 3 രാജയോഗങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മിഥുനം രാശിക്കാരുടെ ഭാഗ്യം വർദ്ധിക്കുകയോ തെളിയുകയോ ചെയ്യുന്നതായ അവസരമാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പല സമ്മാനങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഗൃഹനിർമ്മാണം വേഗത്തിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. പുതിയ വീട്ടിൽ ആഡംബര ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു.
കൂടാതെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നൽകിയ കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അത് വിദേശത്താണ് എങ്കിൽ പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെയാണ് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവമാണ്. പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന് മനസ്സിലാക്കുക. 4 വലിയ ഗ്രഹങ്ങളുടെ സംക്രമണം വഴി രൂപാന്തരപ്പെട്ടിരിക്കുന്ന 3 രാജയോഗങ്ങളും മീനം രാശിക്കാർക്ക് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില സവിശേഷമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ഈ സമയം അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അനുയോജ്യമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. വിദേശത്തേക്ക് ഉന്നത പഠനം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുണ്ട്. അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനോ ആശ്വാസം ലഭിക്കുവാനോ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. നാട്ടിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാനും സാധിക്കും. എന്നാൽ കഠിനമായ പരിശ്രമത്തോടെ ശ്രമിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. അനുകൂലമായ സമയമായതിനാൽ തന്നെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതാകുന്നു. അതിന് അനുയോജ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ അവസരം കൂടിയാണ് ഇത്. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഭാഗ്യം അനുകൂലമാണ്. വിജയം നേടുവാൻ സാധിക്കും. പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 തവണ തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.